ഇതാണ് മൂന്നാമത്തെ റേറ്റ് കാർഡ്. CCU MKT ബേസ് ന്യൂ വീക്കിലി എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ വേറൊരു പേരുണ്ട് സ്ലോട്ട് സർജ് എന്നുള്ള. അങ്ങനെ 2 പേരുണ്ട് ഇതിന്. ഇതിൽ നിങ്ങൾക്ക് ഓർഡർ പേയിൽ 20, 25, 25, 30, 20 എന്ന നിലയിലാണ്. ബ്രേക്ക്ഫാസ്റ്റിന് 20, ലഞ്ചിന് 25, സ്നാക്സിന് 25, ഡിന്നറിന് 30, ലേറ്റ് നൈറ്റിന് 20. ഇങ്ങനെയാണ് നിങ്ങളുടെ റേറ്റ് കാർഡ് വരുന്നത്. 5 കിലോമീറ്റർ ബേസ് പേ ഫസ്റ്റ് മൈലും സെക്കൻഡ് മൈലും കൂട്ടിയിട്ട്. അതിന് പുറമെ 5 to 7 കിലോമീറ്ററിന് 5 രൂപ വെച്ചിട്ടും 7 to 8 കിലോമീറ്ററിന് 8 രൂപ വെച്ചിട്ടും 9 മേലെ പോകുന്ന എല്ലാ കിലോമീറ്റേഴ്സിനും 10 രൂപ വെച്ചിട്ടും നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്റ്റൻസിനുള്ള പൈസ കിട്ടുന്നതായിരിക്കും. ഇതാണ് ഒരു ബേസ് പേ ഈ റേറ്റ് കാർഡിലുള്ളത്. ഡെയിലി പെർ ഓർഡർ സർജ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പെർ ഓർഡർ സർജ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഞ്ചിന് 3.5 മണിക്കൂർ നിങ്ങൾ വർക്ക് ചെയ്യണം. മോർ ദാൻ 6 കൂടുതൽ ഓർഡർ എടുക്കണം. ഡിന്നറിന് 4 മണിക്കൂർ നിങ്ങൾ ലോഗിൻ ചെയ്യണം. 10 കൂടുതൽ ഓർഡേഴ്സ് എടുക്കണം. അങ്ങനെ ലഞ്ചിൽ നിങ്ങൾ 3.5 മണിക്കൂറും 6 കൂടുതൽ ഓർഡർ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഓർഡറിന് 6 രൂപ വെച്ചിട്ടും ഡിന്നറിന് 4 മണിക്കൂർ ലോഗിൻ ചെയ്തിട്ട് 10 ഓർഡറിന് മേലെ എടുത്തിട്ടുണ്ടെങ്കിൽ 8 രൂപ വെച്ചിട്ടും നിങ്ങൾക്ക് ഡെയിലി സർജ് കിട്ടുന്നതായിരിക്കും. ഓരോ ഓർഡറിൻ്റെ സർജ് എന്നുള്ളതിൽ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ക്യാൻസലേഷൻ പാടില്ല. ഡെയിലി മിനിമം ഗ്യാരണ്ടിയെ കുറിച്ചിട്ടാണ് ഇനി അടുത്ത പറയുന്നത്. അതായത് നിങ്ങൾ ലോഗിൻ അവേഴ്സ് 10 മണിക്കൂർ, ലഞ്ചിൻ്റെ സമയത്ത് 3.5 മണിക്കൂറും ഡിന്നറിൻ്റെ സമയത്ത് 4 മണിക്കൂറും മസ്റ്റായിട്ട് നിൽക്കണം. അതേപോലെ തന്നെ CPS സ്കോർ 7ൻ്റെ മേലെ ഉണ്ടാവണം. അല്ലാത്ത സമയത്ത് ഒരു 2.5 മണിക്കൂർ കൂടെ വർക്ക് ചെയ്തിട്ട് 10 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു 500 രൂപ ഏൺ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഉദാഹരണത്തിന് 400 രൂപയെ നിങ്ങൾ ഏൺ ചെയ്തിട്ടുള്ളൂ എങ്കിൽ 100 രൂപ കമ്പനി എക്സ്ട്രാ തന്നിട്ട് 500 രൂപ റൗണ്ട് ഫിഗർ ആക്കിയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതാണ് ഡെയിലി മിനിമം ഗ്യാരണ്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സ്ലോട്ട് ഏണിംഗ് ഇൻസെൻറ്റീവിനെ പറ്റിയിട്ടാണ് അടുത്തത് പറയുന്നത്. സ്ലോട്ട് ഏണിംഗ് ഇൻസെൻറ്റീവ് എന്ന് പറയുമ്പം ഉച്ചയ്ക്ക് നിങ്ങളൊരു 8 ഓർഡർ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ 50 രൂപ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ 10 ഓർഡർ 12 ഓർഡേഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിനാൽ 75 രൂപയും 14 ഓർഡേഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ 100 രൂപയും നിങ്ങൾക്ക് കമ്പനി എക്സ്ട്രാ തരുന്നതായിരിക്കും. ഡിന്നറിന് 10 ഓർഡർ കംപ്ലീറ്റ് ചെയ്താൽ 75 രൂപയും 12 ഓർഡർ കംപ്ലീറ്റ് ചെയ്തതിനാൽ 120 രൂപയും നിങ്ങൾ 14 ഓർഡർ കംപ്ലീറ്റ് ചെയ്തതിനാൽ 200 രൂപയും കമ്പനി നിങ്ങൾക്ക് എക്സ്ട്രാ സ്ലോട്ട് ഇൻസെൻറ്റീവ്സ് ആയിട്ട് തരുന്നതായിരിക്കും. വീക്കെൻഡിൽ 40ൻ്റെയും 50ൻ്റെയും ഉള്ളിൽ ഓർഡേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 300 രൂപയും 51ൻ്റെ മേലെ ഓർഡേഴ്സ് 60 വരെ ഉണ്ടെങ്കിൽ 800 രൂപയും 60ന് മേലെ പോകുന്ന ഓർഡേഴ്സിന് 1000 രൂപയും വെച്ചിട്ട് കമ്പനി തരും. ഇതിനുള്ള കണ്ടീഷന് 10 മണിക്കൂർ ലോഗിൻ ഉണ്ടാവണം. ലഞ്ചിൻ്റെ സമയത്ത് 3.5 മണിക്കൂറും ഡിന്നറിൻ്റെ സമയത്ത് 3.5 മണിക്കൂറും അല്ലാത്ത സമയത്ത് ഒരു 3 മണിക്കൂറും കൂടി 10 മണിക്കൂർ 2 ദിവസവും ശനി ഞായർ ദിവസങ്ങളിൽ നിങ്ങൾ വർക്ക് ചെയ്യണം. ഇനി വീക്കിലി ഇൻസെൻറ്റീവിന് നിങ്ങൾ 100 ഓർഡറിന് മേലെ നിങ്ങൾ ഒരു വീക്കിലെടുത്ത് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3.5 മണിക്കൂർ ലോഗിൻ അവേഴ്സ്, ലഞ്ചിൻ്റെ സമയത്ത് ഡിന്നർ സമയത്ത് 3.5 മണിക്കൂറും ചെയ്ത് ടോട്ടൽ 10 മണിക്കൂർ എടുത്ത് നിങ്ങൾ ഒരു 7 ദിവസം വർക്ക് ചെയ്യണമെങ്കിൽ 1000 രൂപയും 6 ദിവസം വർക്ക് ചെയ്യണമെങ്കിൽ 500 രൂപയും 5 ദിവസം വർക്ക് ചെയ്യണമെങ്കിൽ 250 രൂപയും നിങ്ങൾക്ക് കമ്പനി തരുന്നതായിരിക്കും. ഇതാണ് നിങ്ങൾക്ക് CCU MKT സർജ് എന്നുള്ള സ്ലോട്ട് സർജ് എന്നുള്ള രീതിയിൽ ഉള്ള ഈ റേറ്റ് കാർഡിനെ കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടങ്ങൾ.